ക്രിസ്ത്യാനികളെ രണ്ടാം തര പൗരന്മാരായി കാണുന്ന രാജ്യങ്ങളിൽ ക്രൈസ്തവ കുഞ്ഞുങ്ങൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിരിക്കുന്ന ഹോപ്പ് ഹൗസിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേണിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഭൂഖണ്ഡങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമിലൂടെ ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് സാഹിത്യം, സാമൂഹിക പഠനം, ഗണിതം, ബൈബിൾ പഠനം തുടങ്ങിയ മേഖലകളിൽ ക്ലാസുകൾ നൽകി വരുന്നു. ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്നുള്ള പീഡനങ്ങളാൽ സമ്മർദ്ദം ചെലുത്തുന്ന കുടുംബങ്ങളുള്ള ദരിദ്ര ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസ കേന്ദ്രമായാണ് ഹോപ്പ് ഹൗസ് ആദ്യമായി ഈജിപ്തിൽ ആരംഭിച്ചത്. പ്രാദേശിക പള്ളികളുമായി സഹകരിച്ചാണ് ഇവയുടെ പ്രവർത്തനം. മുസ്ലിം പുരുഷന്മാരിൽ നിന്നുള്ള പീഡനം, ഇസ്ലാമിലേക്കുള്ള നിർബന്ധിത പരിവർത്തനം, വിധവകൾ എന്ന നിലയിൽ സാമ്പത്തിക പരാധീനത എന്നിവ ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ ക്രിസ്ത്യൻ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്നു. സാക്ഷരതാ ക്ലാസുകൾ, വരുമാനം നൽകുന്ന പ്രൊജക്റ്റുകൾ, അവബോധം, ബൈബിൾ പഠന സഹായ ഗ്രൂപ്പുകൾ എന്നിവയിലൂടെ ക്രിസ്ത്യൻ സ്ത്രീകളെ ഹോപ്പ് ഹൗസ് സഹായിക്കുന്നു. ജിഹാദികൾ ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെ കൃഷിയിടങ്ങളിൽ നിന്ന് പുറത്താക്കിയ നൈജീരിയയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് ആഫ്രിക്കയിലെ ആദ്യത്തെ ഹോപ്പ് ഹൗസ് ആരംഭിച്ചത്. ഈ ക്യാമ്പുകളിലൊന്നിൻ്റെ പ്രാന്തപ്രദേശത്ത് വളർന്ന ക്രിസ്ത്യൻ യുവാവായ ആമോസ് ക്രിസ്ത്യൻ കുട്ടികളുടെ ദുരവസ്ഥ മനസ്സിലാക്കി കുട്ടികളെ പഠിപ്പിക്കാൻ മുന്നിട്ടിറങ്ങി. കുടിയിറക്കപ്പെടുന്നതിന് മുമ്പ് അധ്യാപകരായി ജോലി ചെയ്തിരുന്നവരും കൂടിയതോടെ ഇവരുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഒരു കാലത്തെ ഭിക്ഷാടകരായി ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയ കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാ ദിവസവും ഉച്ചഭക്ഷണം സൗജന്യമായി ലഭിക്കുന്നു. വടക്കൻ നൈജീരിയയിൽ ഫുലാനി തീവ്രവാദികളാൽ അനാഥരായ കുട്ടികൾക്കായി സ്കൂൾ ആരംഭിക്കുന്നതിന് ഒരു മുൻ അഭിഭാഷക മുന്നോട്ട് വന്നതും ശ്രദ്ധേയമായി. ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുടെ സാന്ദ്രത കുറവായതിനാൽ സാധാരണ സ്കൂളിന് പകരം ഗ്രാമങ്ങളിലെ പ്രാദേശിക പള്ളികളുമായി സഹകരിച്ച് പഠനകേന്ദ്രം സ്ഥാപിക്കുക എന്നതാണ് ഇവർ ചെയ്യുന്നത്. പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികൾ പലപ്പോഴും ഒരു നഗരത്തിൻ്റെ പ്രത്യേക പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇവിടെ പള്ളികളുണ്ടെങ്കിലും സ്കൂളുകൾ ഇല്ല. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യ ഹോപ്പ് ഹൗസ് ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് ICC. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് ഇവരുടെ സേവനം ലഭ്യമാകും. ക്രിസ്ത്യാനികൾ എക്കാലവും രണ്ടാംകിട പൗരന്മാരായിരിക്കുമെന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൽ മെച്ചപ്പെട്ട ജീവിതത്തിനുള്ള അവസരമാണ് ഹോപ്പ് ഹൗസ് ഒരുക്കുന്നത്.